മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിലാണ് വേദപുസ്തകം പറയുന്നു, അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കാൻ ചില പർട്ടിക്കുലർ പ്ലേസുകൾ തിരഞ്ഞെടുക്കുമായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, യേശു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അവൻ മലയിൽ കയറി മലമുകളിൽ പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചു. ഞാൻ യേശു പ്രാർത്ഥിച്ച എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രൈവസി കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. എന്തിനാണ് അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുന്നത്? We are avoiding the distractions. എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ പ്രാർത്ഥനയെ കുറച്ചു കളയും. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുമ്പോൾ ക്രൗഡൊന്നും ഇല്ലാത്ത, ജനക്കൂട്ടം ഇല്ലാത്ത, ആരും ഇല്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും. എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ തിരിവുകളെ കൊണ്ടുവരും. യേശു കർത്താവ് നിർജ്ജന സ്ഥലം തിരഞ്ഞെടുത്തു. ശിമോനും കൂടെയുള്ളവരും പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടത് പ്രാർത്ഥിക്കുന്നവനെയാണ്. യേശു എന്താണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്? യേശു ആ നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും എല്ലാവർക്കും വേണ്ടത് പ്രാർത്ഥിക്കുന്നവരെയാണ്. ഞാൻ വീണ്ടും നിങ്ങളെ നോക്കി സംസാരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ ആവശ്യമുള്ള അനേക ആയിരങ്ങളുണ്ട്. കായിക ബലം കാണിക്കുന്നവനെ അല്ല, പ്രാർത്ഥിക്കുന്നവനെ വലിയ പുരുഷാരം അന്വേഷിക്കുകയാണ്.